ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ലഞ്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ അങ്ങനെ കടൽ മീൻ ഫ്രഷ് ആയിട്ട് കിട്ടാറില്ല, പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ലപോലെ ഫ്രഷ് ആയിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയും കിട്ടി, പിന്നെ അയിലയും കിട്ടി. ഉച്ചക്കത്തേക്ക് എന്തായാലും അമ്മ അയിലയാണ് എടുക്കാൻ പോണത്, രാത്രിയിലത്തേക്ക് മത്തിയും. അപ്പോൾ മീൻ വറുത്തതിനുള്ള മസാലയൊക്കെ നമുക്ക് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ അയില 6 ഉള്ളത് കൊണ്ട് തന്നെ 3 പിഞ്ച് ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. ഇവിടെ അധികം ഉലുവപ്പൊടി ചേർക്കരുത്, 1-2 പിഞ്ച് അളവിൽ മാത്രമേ ഉലുവ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അരമുറി നാരങ്ങയും വെള്ളം ചേർക്കാതെ ഓയിൽ മാത്രം ഒഴിച്ച് മസാല മീനിൽ പുരട്ടി വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ കുഴയ്ക്കാൻ നോക്കി ഗൈസ്, പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ കൊടുത്തു. പിന്നെ അമ്മയാണ് മൊത്തം കുഴച്ച് സെറ്റാക്കി വെച്ചത്. ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തവ നമുക്ക് അടുപ്പത്ത് വെക്കാം. അത്യാവശ്യം വലിയ തവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം എണ്ണയുടെ മുകളിൽ 3 തണ്ട് കറിവേപ്പില ഇടുക. വെള്ളം ഉള്ളതുകൊണ്ട് അത്യാവശ്യം പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ദൂരെ മാറിയൊക്കെ നിൽക്കുക. 3 തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇനി പതുക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച് മീനെടുത്ത് ഓരോന്നോരോന്നായി തവയിലേക്ക് ഇടുക. പിന്നെ കുരുമുളകിൻ്റെയും ഉലുവയുടെയും ഒക്കെ ആ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ സൂപ്പറാണ്, നല്ല അഡാറൻ സ്മെല്ലാണ്. വായിക്കൂടെ വെള്ളം ഊറും ഗൈസ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചിടാം. 3 മീനിൻ്റെയും തിരിച്ചിടാം. ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള 6 അയിലയാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം ഞാൻ മീൻ തിരിച്ചിട്ടിട്ടുണ്ട്. കിട്ടാണ്ടിരുന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് കൊതിയുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കേരള സ്റ്റൈൽ തക്കാളി കറി ഞങ്ങൾ വെക്കാൻ പ്ലാൻ ആയിട്ടായിരുന്നു. അപ്പം ഞങ്ങളല്ല, അമ്മ ഇപ്പോൾ ഇവിടെ തക്കാളിക്കറിയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 4 സവാള, 5 തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, അത്യാവശ്യം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. അധികം വെള്ളം ഒഴിക്കാതെ ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുക. കുക്കറിൽ 2 സൗണ്ട് വന്നാൽ മതി. ഇനി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും 1 സ്പൂൺ പെരുംജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചേർക്കുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് വേവിച്ച് വെച്ച് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വെക്കുക. തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. കറി നന്നായി ചൂടായതിനു ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. താളിക്കാൻ വേണ്ടി ചെറിയ കടായി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെക്കുക. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചേർക്കുക. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, തക്കാളി കറിയിൽ അധികം വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് തിക്കായിരിക്കണം. പിന്നെ കഴിച്ച് ഇവിടെ അമ്പലത്തിൽ കേട്ടില്ലേ, ഇവിടെ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂജയും വഴിപാടൊക്കെ നടക്കുകയാണ്. നല്ല കൊട്ടൊക്കെ ഇവിടുന്ന് കേൾക്കാം. എനിക്കിപ്പം ഡബ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും സാരമില്ല. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയി ഗൈസ്, നിങ്ങളും ട്രൈ ചെയ്യണം. ബൈ.